പി കൃഷ്ണദാസ്, ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾ, കോടികളുടെ പദ്ധതികളെ രാഷ്ട്രീയ വ്യത്യാസം മറന്നുള്ള സഹകരണം എന്നാണ് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി അതിനോട് പ്രതികരിച്ചത്. പീയൂഷ് ഗോയലും വളരെ പ്രോത്സാഹജനകമായ പ്രതികരണങ്ങൾ നടത്തി. പക്ഷേ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചിരിക്കുന്നത് വേറൊരു രൂപത്തിലാണ്. 4 ലോക കേരള സഭകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2011 മുതൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ നടന്നിരിക്കുന്നു. പക്ഷേ യുവാക്കൾ മുഴുവൻ കേരളത്തിന് പുറത്ത് ജോലി തേടുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഉദിപ്പെരുപ്പിച്ചൊരു സമ്മിറ്റാണോ ഇത്? കേരളത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷവും കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷവും അതുപോലെ തന്നെ സാമൂഹിക അന്തരീക്ഷവും അതൊരു സുശക്തമായ രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സർക്കാർ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ 2020 കാലഘട്ടത്തിലാണ് ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഓഡിറ്റോറിയം തുടങ്ങിയൊരു NRI വ്യവസായിക്ക് അത് ആത്മഹത്യയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. സാജൻ കേരളത്തിൽ നിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യവസായിക്ക് ഈ സംസ്ഥാനത്തെ സർക്കാരിനോട് കലഹിക്കേണ്ട സാഹചര്യമുണ്ടായി. മറ്റൊരു വ്യവസായിക്ക് കേരളം വിട്ട് പോകേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ കേരളത്തിൽ ആ നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഏകദേശം ഒരു 2 വർഷക്കാലമായി സർക്കാർ നയം മാറ്റിക്കൊണ്ടുവരുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ വികസനത്തിന് ഇടതുപക്ഷത്തിൻ്റെ നയം മാറുന്നത് നല്ലതാണ് എന്ന് കാണുന്ന ആളുകളാണ് ഞങ്ങൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ സ്മൃതി ചോദിച്ചതുപോലെ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്കൊന്നും ചെയ്യുന്നില്ല. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു. ഇതാണല്ലോ നിരന്തരമായി ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചത്. കേരളത്തിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട് കേന്ദ്രം എന്നുള്ളത് മാത്രമല്ല, കേന്ദ്ര പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഒരു വ്യത്യാസവുമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. 60,000 കോടിയിലേറെ രൂപയുടെ നാഷണൽ ഹൈവേ വികസനമാണ് കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സൂചിപ്പിച്ചത് 50,000 കോടിയുടെ വീണ്ടും വികസനം വരാൻ വേണ്ടി പോകുന്നു. 31 പദ്ധതികളിലായി 3 ലക്ഷത്തിലേറെ കോടി രൂപയുടെ വികസനം കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എക്കാലത്തും കാണിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് എക്കാലത്തും കാണിച്ചിട്ടുള്ളത് അനുഭാവപൂർവമായ നിലപാടാണെന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ കേരളവും വ്യാവസായികവുമായും സാമൂഹികപരമായും എല്ലാ തരത്തിലും വികസനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഉള്ളത്, കേരളം ഒന്നാമതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സൂചിപ്പിക്കുന്ന പല സൂചികകളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് യോജിച്ച് നിൽക്കുന്നതാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതൊരു വിമർശനാത്മകമായിട്ടുള്ള നിലപാട് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് യാഥാർത്ഥ്യങ്ങളോട് യോജിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു എന്ന് പറയുന്ന വിമർശനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം, വ്യവസായ മന്ത്രി അടക്കം, ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കം, മറ്റ് പല മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ പലപ്പോഴായി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് കേരളത്തിലേക്ക് പല സമ്മിറ്റുകളിലും പങ്കെടുത്തുകൊണ്ട് വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോക കേരള സഭകൾ നടക്കുന്നുണ്ട്. അതൊന്നും പ്രായോഗിക തലത്തിൽ കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിലേക്കോ കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വ്യവസായത്തിൻ്റെ രീതിയിലേക്കോ കടന്നു വരുന്നില്ല എന്നുള്ളത് കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി ഒരു സൂചികയായ ഏകദേശം 3.5 ലക്ഷത്തോളം വ്യവസായങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നേട്ടമായി അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അതിനേക്കാൾ ഇരട്ടിയാകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. അതിൻ്റെയും ഇരട്ടിയാകണം. കാരണം കേരളം ഇനിയും മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം ഒട്ടേറെ വളരേണ്ട മേഖലകളുണ്ട്, വളരാനുള്ള സാഹചര്യമുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ അതിൻ്റെ കണക്കുകൾ നോക്കിയാൽ ഇപ്പോൾ നേരത്തെ ശ്രീമതി മേരി ജോർജ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. മുദ്രാ ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കിട്ടിയിട്ടുള്ളത് 13 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ശിശു വിഭാഗത്തിലുള്ള ലോണുകൾ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ കിഷോർ വിഭാഗം, അതായത് 2ാം ഘട്ടത്തിലുള്ള ലോൺ എന്നുള്ള നിലക്ക് അടുത്ത സ്റ്റേജിൽ കിട്ടിയിട്ടുള്ളത് ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾക്കാണ്. 75,000 പേർക്കാണ് കിഷോർ എന്ന് പറയുന്ന വിഭാഗത്തിൽ കൂടുതൽ തുക ലഭിക്കുന്ന സംവിധാനത്തിലേക്ക് ലോൺ കിട്ടിയിട്ടുള്ളത്. ആകെ ഏകദേശം 16-17 ലക്ഷത്തോളം വരുന്ന മുദ്രാ ലോണുകളാണ് കേരളത്തിൽ ഇതുവരെ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ വിതരണം ചെയ്യുന്ന ലോണുകളിൽ ലോൺ എടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഉദ്യം പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തുകൊണ്ട് സംരംഭങ്ങൾ അവരുടെ
തുടക്കം കുറിക്കാനുള്ള സംവിധാനം ഉണ്ടായില്ലെങ്കിൽ അവരുടെ ലോൺ നടപടികളുമായി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കിട്ടാനുള്ള സാഹചര്യമില്ലാതെ വരും. അങ്ങനെയുള്ള ആളുകൾ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ്റെ കണക്കുകളായിരിക്കാം ഒരുപക്ഷെ ബഹുമാനപ്പെട്ട വ്യവസായ ഉപമന്ത്രി സൂചിപ്പിക്കുന്നതും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അത് യാഥാർത്ഥ്യത്തിൽ കേരളത്തിൻ്റെ വികസനത്തിലേക്ക് അത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോരുന്ന തരത്തിലാണ് അതിൻ്റെ സാഹചര്യമുള്ളത്. പക്ഷേ അതിനുള്ളൊരു അന്തരീക്ഷം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പി. കൃഷ്ണദാസ്, ഇപ്പോൾ 2019 ആന്തൂർ സാജന്റെ സംഭവം താങ്കൾ പറഞ്ഞു. അതിനുശേഷം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന വ്യവസായിയുടെ അനുഭവം പറയുന്നു. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ 2025 എത്തുമ്പോൾ 2024-23 തൊട്ട് അതല്ല സാഹചര്യം എന്ന മന്ത്രി പി രാജീവ് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള പുതിയ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അല്ല, അതിന് ഉദാഹരണം കൊണ്ട് ഖണ്ഡിക്കല്ല സ്മൃതി ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. LDF കാലാകാലങ്ങളായി സ്വീകരിച്ചു കൊണ്ടിരുന്ന, പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അവർ സ്വീകരിച്ചുകൊണ്ടിരുന്ന നയത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമായി കാണേണ്ടതാണ്. അവർ ഇനി ഒരു കാര്യം കൂടി മാറ്റാനുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആരുമാകട്ടെ, അത് BJP ആകട്ടെ, നാളെ കോൺഗ്രസ് ആകട്ടെ, നാളെ മറ്റേതെങ്കിലും കക്ഷികൾ ഭരിക്കട്ടെ, ആ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കൂടി സഹകരണത്തോടു കൂടി മാത്രമേ, കാരണം നമ്മുടേതൊരു സ്വതന്ത്ര രാജ്യമല്ലല്ലോ, കേരളം എന്നുള്ളത് സ്വതന്ത്ര രാജ്യമല്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി സഹകരണത്തോടു കൂടി കേരളത്തിൻ്റെ വികസനത്തിന് കൊണ്ടുവരേണ്ട പദ്ധതികളോട് പുറംതിരിഞ്ഞു നിൽക്കാതെ ഞാൻ 2 ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും കേരളത്തിലേക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ പദ്ധതികൾ കേരളം നടപ്പാക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. NEP പദ്ധതി, NEP കേരളം നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ചൊരു സർക്കാരാണ് കേരളത്തിൻ്റെ സർക്കാർ. ആയുഷ്മാൻ പദ്ധതി, ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാർക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകൾ അത് കിട്ടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി മറ്റൊരു ഉദാഹരണം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജൻധൻ അക്കൗണ്ടുകൾ സർക്കാർ കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ്. ആ ജൻധൻ അക്കൗണ്ടുകൾ ഇവിടുത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്നുകൊണ്ട്, പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിലുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ അവരെല്ലാം ചേർന്നുകൊണ്ട് ബാങ്കുകൾ വഴി അത് നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിച്ച പാർട്ടിയുടെ ആളുകളാണിവർ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികളോട് രാഷ്ട്രീയം കാണുക എന്നുള്ളതല്ല, കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികളോട് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് അത് എങ്ങനെ കേരളം ആവശ്യപ്പെടുന്നത് കേന്ദ്രം തരുന്നില്ല എന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഇവിടെ കേന്ദ്ര സഹമന്ത്രിമാർ ഇവിടെ പറഞ്ഞത് ബജറ്റിന് ശേഷം വലിയ ചർച്ചയാവുകയും പിന്നീട് മന്ത്രിമാർ അതിൽ നിന്ന് പിന്നാക്കം പോവുകയൊക്കെ ചെയ്ത സാഹചര്യം നമ്മൾ മുന്നിലുണ്ടല്ലോ. ഇന്നത്തെ സംഭവം നോക്കൂ. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സ്വമേധയാ എടുത്തിരിക്കുന്ന വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ ഒരു തീയതി വെച്ച് ഇന്ന തീയതിക്കകം കാര്യങ്ങൾ തീർക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കേന്ദ്ര സർക്കാരിനോടൊന്ന് കോടതി ചോദിക്കുകയാണ്. 45 ദിവസത്തിനുള്ളിൽ തന്ന പണം മുഴുവൻ ചെലവഴിച്ച് കാണിക്കണമെന്ന് പറയുമ്പോൾ അത് സാധ്യമല്ല എന്ന് കേന്ദ്രത്തിനും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് എന്ത് സമീപനമാണ്? ബഹുമാനപ്പെട്ട സ്മൃതി, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കോടതിയിൽ നടന്ന വിഷയങ്ങൾ നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിൽ നമുക്കാവശ്യമുള്ളൊരു വാർത്ത നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് കൊടുക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ കോടതിയിൽ നടന്നത് എന്നുള്ളത് നിങ്ങൾ സംസ്ഥാന സർക്കാരിന് വിമർശനമുണ്ട്. ഞാൻ കേന്ദ്രത്തെക്കുറിച്ചുള്ള വിമർശനത്തെക്കുറിച്ച് ഞാൻ താങ്കളോട് ചോദിച്ചു എന്ന് മാത്രം. ഞാൻ ഒറ്റക്കാര്യം കൂടി സൂചിപ്പിക്കാം. ഒരു സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ബജറ്റ് ആണെങ്കിലും കേന്ദ്രത്തിൻ്റെ ബജറ്റ് ആണെങ്കിലും മാർച്ച് 31 തീർക്കേണ്ട പദ്ധതികൾ, അതിന് ചെലവഴിക്കേണ്ട പണം, അത് മാർച്ച് 31 ചെലവഴിച്ചില്ലെങ്കിൽ ആ വർഷം ആ ഫണ്ട് ലാപ്സാകും. മാർച്ച് 31 ചെലവഴിക്കേണ്ട തുക നിങ്ങൾ എന്നാണ് അനുവദിക്കുന്നതെന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട സ്മൃതി, ഇപ്പം നമ്മളുടെ ആശാ വർക്കർമാർക്ക് അവർ സമരത്തിലാണല്ലോ, അവർക്ക് പണം കൊടുക്കാൻ തീരുമാനിച്ചാൽ സർക്കാർ എപ്പോൾ കൊടുക്കണം, ഫണ്ട് എപ്പോൾ ചെലവഴിക്കും, അടുത്ത ബജറ്റിൽ ഏപ്രിൽ 1 ശേഷമല്ലേ നടക്കൂ. അപ്പോൾ സ്വാഭാവികമായി ഏത് ഡേറ്റിലാണോ ആ പണം ചെലവഴിച്ച് തീർക്കേണ്ടത് അതിനു മുൻപ് ചെലവഴിക്കുകയോ അതിൻ്റെ ഫണ്ട് വകയിരുത്തുകയോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? അത് കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കിപ്പോഴും ഉള്ളത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തരുന്നില്ല എന്നുള്ള ആയിരുന്നല്ലോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും എക്കാലത്തെയും BJP വിരോധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്ന് നമ്മളുടെ ഈ നിക്ഷേപ സംഗമത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതി എത്രയാണ്, എത്ര കോടിയാണ്? ഇനി അവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളുകൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി എത്രയാണ്? നാളെ ഈ സംഗമം അവസാനിക്കുമ്പോൾ ആകെ ഉണ്ടാകുന്ന വികസനത്തിൻ്റെ നിക്ഷേപ തുകയിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന വികസന പദ്ധതികൾ എത്രയാണെന്ന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ എന്തെങ്കിലും തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണോ? അല്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2013 നമ്മുടെ രാജ്യത്തിൻ്റെ ആകെയുള്ള വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടം എത്തി നിൽക്കുന്നത് 1.5 ട്രില്യണിലാണ്. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് 3.75 ട്രില്യണിലാണ്.
with Smriti Parathikkad.